ഒരു 30 ദിവസം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയണ്ടേ? വാ, മസിൽ മാസ് കൂട്ടാനും എൻ്റെ ബോഡി ഫാറ്റ് കുറയ്ക്കാനും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത 2 എക്യുപ്മെൻറ്റ്സ് ആണ്. ഒന്ന് കെറ്റിൽ ബെല്ല്, ഒന്ന് സ്കിപ്പി റോപ്പ്. സ്കിപ്പി റോപ്പിനെ പറ്റി പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് അറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ, എജിലിറ്റി, മൂവ്മെൻറ്റ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് റണ്ണിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നമുക്ക് സ്കിപ്പി റോപ്പ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ജിമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോം വർക്കൗട്ടിൽ ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ കെറ്റിൽ ബെല്ല്. എന്താ എൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂടുതൽ പേർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു എക്യുപ്മെൻറ്റ് എന്താ ജിമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോം വർക്കൗട്ടിലും ചൂസ് ചെയ്യാത്തത്. ഇതുകൊണ്ട് ഒരുപാട് കൈൻഡ് ഓഫ് വർക്കൗട്ട്സ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ എല്ലാ മസിൽ ഗ്രൂപ്പിനെയും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എജിലിറ്റി, നമ്മുടെ മസിൽ മാസ് കൂട്ടാനായിട്ട്, നമ്മുടെ എൻഡ്യൂറൻസ് കൂട്ടാൻ, സ്ട്രെങ്ത് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ കൂടി എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കില്ല് കൂട്ടാനൊക്കെ ആയിട്ട് കെറ്റിൽ ബെല്ല് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് നോർമലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്യാരി ചെയ്യുന്ന ഒട്ടുമിക്ക വെയ്റ്റ്സും ഈ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റിലായിരിക്കും. ഒരു ഹാൻഡിൽ കാണും, അതിൻ്റെ താഴെയായിട്ടായിരിക്കും വെയിറ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കെറ്റിൽ ബെല്ലിൻ്റെ വർക്കൗട്ട്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഭയങ്കരമായി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കെറ്റിൽ ബെൽസിൻ്റെ വർക്കൗട്ട്സിനെ പറ്റി അറിയണം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് വർക്കൗട്ട്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് സെറ്റ് ആവാം.